വെയിലേ വെറുതെ തരുമോ നിറനാടിയിൽ നിറയെ പൊന്ന്. ഓ അങ്ങനെ ഒരു ദിവസം ഫുൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തതിനു ശേഷം ടി.ടി.ആറിന്റെ കൈയും കാലും പിടിച്ച് ഞങ്ങൾക്ക് സെക്കൻഡ് AC-യിലോട്ട് എന്തായാലും അപ്ഗ്രേഡ് കിട്ടി. ഈ സീറ്റൊക്കെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അറിയുമോ. മേളത്തെ ബർത്തിയിരുന്ന ഒരു കാഴ്ച പോലും കാണാൻ പറ്റാതിരുന്നിട്ട് ഈ പുറത്തോട്ടുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സീറ്റിന് മുകളിൽ തന്നെ പുതിയ ലൈറ്റൊക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അക്ഷയ്. നല്ല സന്തോഷം കണ്ട. രാവിലെ ആയതുകൊണ്ട് തന്നെ പല്ലൊക്കെ ഒന്ന് തേച്ച് ഫ്രഷ് ആവാന്ന് കരുതി മുഖമൊക്കെ ഒന്ന് കഴുകി ഇന്നാണൊന്ന് സ്വസ്ഥമായി തുടങ്ങി. ഫേസ് വാഷും കാര്യങ്ങളെല്ലാം ഉപകാരപ്പെട്ടു കഴിയുമ്പോൾ തന്നെ ജനറൽ കമ്പാർട്ട്മെന്റ് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നല്ലോ. അങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് വേറൊരു മലയാള ഫ്രണ്ടിനെ കിട്ടിയത്. ഇതാണ് മഹി. മലപ്പുറംകാരനാണ്. നമ്മുടെ കട്ട ചങ്കായാസാണ്. ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് നമ്മൾ അവിടെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോഴാണ് സമാധാനമായിട്ട് ആസ്വദിച്ച് നിന്നത്. ഈ ട്രെയിൻ യാത്ര ഇപ്പോഴാണ് സുഖമായിട്ടും തോന്നിയത്. കയ്യിലുണ്ടായിരുന്ന ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. പഴയ ബ്രെഡ് ന്യൂട്ടലിൽ തന്നെ, പക്ഷെ അടിപൊളി ടേസ്റ്റും ആയിരുന്നു. നല്ലതായിരുന്നു ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലോണം സ്വസ്ഥമായിട്ടൊന്ന് കാറ്റൊക്കെ കൊള്ളാനായിട്ട് ആ വാതിലിൻ്റെ അവിടെയൊക്കെ പോയി പുറത്തോട്ടുള്ള കാഴ്ചകളും കണ്ടു നിൽക്കായിരുന്നു ഞാൻ. ആ ടൈമിനടുത്ത് ഇത് കണ്ടത് ഒരു ട്രെയിൻ നിറയെ JCBകൾ ഓട്ടോ ഡെലിവറിക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ഇത്രയും JCBകൾ ഒരുമിച്ച് കാണുന്നത്. അത് നല്ല രസമല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ AC കിട്ടിയ ഒരു സന്തോഷത്തിൽ സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരിക്കുകയും പിന്നെ അവിടെ കിടന്ന് നല്ലോണം ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് വൈബടിക്കായിരുന്നു ഞങ്ങൾ. പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോഴാണ് ട്രെയിൻ യാത്ര രസമായത്. പിന്നെ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സ്ഥലം അറിയില്ലെങ്കിലും അവിടെ ഇറങ്ങി ഞങ്ങൾ നല്ല ചൂട് ചാട്ട് സമൂസ വാങ്ങി. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. വേറെ ഒരു പ്രശ്നവും വയറിനുണ്ടായില്ല. നല്ല ഫുഡും ആയിരുന്നത്. ട്രെയിനിൽ വെച്ച് മഹി അല്ലാണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് വേറെ ഫ്രണ്ട്സിനെ കിട്ടി. സുനിലേട്ടൻ, അരുൺ, സജിയേട്ടൻ BHUവിൽ വർക്ക് ചെയ്യുന്നതാണ് അവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ അവരോട്ടൊക്കെ ഭയങ്കര കമ്പനിയായി. പുള്ളിയുടെ വീട്ടിൽ പോയി നമുക്ക് ഫ്രഷ് ആവാവുന്ന പുള്ളിയുടെ ക്വാർട്ടേഴ്സ് അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ലാനാണ് പ്ലാൻ. പിന്നെ ഞങ്ങൾ സ്ഥിരം കളിയായിട്ടുള്ള നമ്മുടെ ലൂഡോയൊക്കെ കളിച്ച് ട്രെയിൻ യാത്ര ഏതാണ്ട് തീരാറായെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെ ആഘോഷമായിരുന്നു. പിന്നെ വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിയിൽ നിറയെ പൊന്ന്. ഓ കല്യാണ കച്ചേരി പാടാമടി കച്ചേരിക്കാരും പോരുന്നോടി. യാത്രകളിൽ കിട്ടുന്ന ഫ്രണ്ട്സ് അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സജിയേട്ടന്റെ ഫോട്ടോസിലേക്ക് പോകാനായിട്ട് സ്റ്റേഷനിൽ ഇറങ്ങി.